കൃഷ്ണ ഗുരുവായൂരപ്പ ശരണം. ഗുരുവായൂരപ്പൻ്റെ ഉച്ചപൂജ കഴിഞ്ഞു, കളഭാലങ്കാരം കഴിഞ്ഞു, നട തുറന്നു. അപ്പോൾ നമുക്ക് എല്ലാവർക്കും ഗുരുവായൂരപ്പനെ കാണാൻ പോണ്ടേ? എല്ലാവരും വരൂ കേട്ടോ, ഗുരുവായൂരപ്പനെ കാണാം. ഇന്നത്തെ ഏത് രൂപത്തിലാണ് ആ ചതുർബാഹുവായ വിഗ്രഹത്തിൽ ഗുരുവായൂരപ്പൻ ഭക്തരെ കാത്തിരിക്കുന്നത് എന്നറിയാനുള്ള ആകാംക്ഷയായിട്ട് നമുക്കൊന്ന് പോയി നോക്കാം. എല്ലാവരും വരൂ. നമുക്ക് ആദ്യം തന്നെ കിഴക്കേ നടയിലുള്ള ഗണപതി ക്ഷേത്രത്തിൽ പോയിട്ട് ഗണപതിനെ കണ്ട് വിഘ്നങ്ങളൊക്കെ അകറ്റാൻ വേണ്ടി പ്രാർത്ഥിക്കാം. മുട്ടറക്കേണ്ടവർക്ക് മുട്ടറക്കാം. അങ്ങനെ അതിന് ശേഷം അവിടെ ആകുമ്പോൾ സുഖമായിട്ട് ദർശനം കിട്ടും. കാരണം എന്താ വെച്ചാൽ തിരക്കൊന്നും ഉണ്ടാവില്ലല്ലോ. അപ്പോൾ നമുക്കിനി നേരെ ആ ഗോപുര വാതിൽ കടന്ന് നമുക്ക് ഗുരുവായൂരപ്പൻ്റെ അകത്തേക്ക് വരാം. അങ്ങനെ ആ വാതിൽ മാടത്തിൻ്റെ വാതിൽപ്പടി എത്തുകയാണ്. അങ്ങനെ എത്തുന്ന സമയത്ത് ആ ശ്രീലകത്തേക്ക് നമ്മളിങ്ങനെ നോക്കുകയാണ്. നോക്കുമ്പോൾ ആ ശ്രീലകത്തെ നല്ല പ്രകാശം ഇങ്ങനെ കാണുന്നു. നെയ്വിളക്കിൻ്റെ സ്വർണ്ണവിളക്കിൽ നെയ്യൊഴിച്ച് കത്തിക്കുമ്പോഴുള്ള ആ ഒരു നെയ്വിളക്കിൻ്റെ പ്രഭ ഉണ്ടല്ലോ, അതിങ്ങനെ പറഞ്ഞറിയിക്കാൻ വയ്യാത്ത അവസ്ഥയാണ്. അങ്ങനെ നമ്മൾ ഇടത്തെ ഭാഗത്തേക്ക് നോക്കിയിട്ട് മേൽപ്പത്തൂരിനെ ഒന്ന് സ്മരിച്ചു. അതുപോലെ നരസിംഹാവതാരം കാണിച്ചു കൊടുത്ത തൂണൊന്ന് നോക്കി തൊഴുതു. അങ്ങനെ നമ്മളൊന്നിങ്ങനെ നോക്കുമ്പോൾ കാൽത്തളകൾ കാണുന്നു, 2 കാൽപാദങ്ങളിങ്ങനെ കാണുന്നു. കാൽത്തളകളൊക്കെ ഇട്ട് ഇങ്ങനെ പട്ടൊക്കെ ഞൊറിഞ്ഞു കൊടുത്ത് അങ്ങനെ നോക്കുമ്പോൾ ഒരു കൈ ഇങ്ങനെ കാണുന്നു. ആദ്യം ആ കയ്യിൻ്റെ ഉള്ളിൽ അതാ വെണ്ണ, മറ്റേ കയ്യിൽ ആ ഓടക്കുഴലും, വെണ്ണയും ഓടക്കുഴലും പിടിച്ച് നിൽക്കുക കേട്ടോ. വലത്തെ കയ്യിൽ വെണ്ണയുണ്ട്, ഇടത്തെ കയ്യിൽ ഓടക്കുഴലും ഉണ്ട്. അങ്ങനെ അരമണിയൊക്കെ ഇങ്ങനെ ചാർത്തി, കിങ്ങിണിയൊക്കെ ചാർത്തി, ചെറിയൊരു കുമ്പൊക്കെ ആയിട്ട് ഇങ്ങനെ നേദ്യമൊക്കെ കഴിഞ്ഞപ്പോഴേ യശോദാമ്മ നല്ല അണിയിച്ച് ഒരുക്കിയിട്ടുമുണ്ട്. അപ്പോൾ നേദ്യമൊക്കെ കഴിഞ്ഞ് വയറൊക്കെ നല്ല നിറഞ്ഞു കേട്ടോ. ആ വയറൊക്കെ ഇങ്ങനെ നിറഞ്ഞ് കാണാണ്ട് അങ്ങനെ നോക്കുമ്പോൾ കൈവളകളൊക്കെ കാണാണ്ട്, തോൾവളകളുണ്ട്, ചെവിപ്പൂക്കളുണ്ട്. അങ്ങനെ ആ നെറ്റത്തൊരു ഗോപീതിലകം വെച്ചിട്ടുണ്ട്. മാറത്തുണ്ട് ഒരു ശോഭയുള്ള ആ ഗോപീതിലകം. പിന്നെ ഒരു മാങ്ങാമാല പോലെ ഒരു മാല ഉണ്ട്, വളയം പോലത്തെ ഒരു മാലയുണ്ട്. പിന്നെ ഉള്ളത് നല്ല തെച്ചിപ്പൂ കൊണ്ടൊരു ഉണ്ടമാല ഉണ്ട്. അതേപോലെ തുളസിയും താമരയായിട്ടുള്ള ഒരു ഉണ്ടമാല. അങ്ങനെ 2 മാലകൾ കാണാനുണ്ട്. പിന്നെ വിധാനമായിട്ടുള്ള ഒരു 4 മാല ഉണ്ട്. അതിൽ 2 മാല താമര മുട്ട് പോലെ താമരയാണ്, ചെറിയ താമരയുടെ മുട്ട് പോലുള്ള അതുകൊണ്ടുള്ളതാണ്. പിന്നെ തിരുമുടി മാലകളുണ്ട്. പീലി തിരുമുടി കെട്ടിയിട്ടുണ്ട്, കളവം കൊണ്ട് പീലി ചാർത്തിയിട്ടുണ്ട്. പീലിത്തിരുമുടി 2 പീലിത്തിരുമുടിയാണ്. ഒന്ന് താമരപ്പൂവാണ്, ഒന്ന് തുളസിപ്പൂവും. അങ്ങനെ 2 തിരുമുടി മാലകളുണ്ട്. തുളസിയുടെ 2 തിരുമുടി മാലകൾ കാണാനുണ്ട്. ആകെ ആ ചതുർബാഹുവായ വിഗ്രഹത്തിന് മുഴുവൻ മാലകളാൽ അലങ്കരിക്കപ്പെട്ടിരിക്കുകയാണ്. അങ്ങനെ നോക്കുമ്പോൾ നല്ല രസമായിട്ട് കാണാനുണ്ട്. ഇന്നത്തെ ഉച്ചപൂജ ഉണ്ടായത് മേൽശാന്തിയാണ്. മേൽശാന്തി പുതുമന ശ്രീജിത്ത് നമ്പൂതിരി. അതുപോലെ കളഭാലങ്കാരം മുന്നൂലം ഭവേഷോദിക്കനാണ്. വളരെ നന്നായിട്ട് മനോഹരമായിട്ട് ചാർത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവരും ഇപ്പോൾ ആ ഗുരുവായൂരപ്പൻ്റെ ശ്രീലകത്തിൻ്റെ ആ സോപാനപ്പടിയിലാണ്. നമ്മളെല്ലാവരും ഗുരുവായൂരപ്പനെ കാണുകയാണ്. ആ വെണ്ണക്കണ്ണനെ ഓടക്കുഴലൊക്കെ പിടിച്ച് നിൽക്കുന്ന ആ വെണ്ണക്കണ്ണനെ, കുറുമ്പനായ കണ്ണനെ കാണുകയാണ് കേട്ടോ. അങ്ങനെ സങ്കല്പിക്കുക. അങ്ങനെ നമ്മൾ അവിടെ നിന്ന് നോക്കി എല്ലാ കാര്യങ്ങളും അവിടെ പറഞ്ഞു. അങ്ങനെ നമ്മൾ ഇറങ്ങുകയാണ്, സോപാനപ്പടിയിൽ നിന്ന് ഇറങ്ങുകയാണ്. അങ്ങനെ ഇറങ്ങിയിട്ട് ആ തിടപ്പള്ളിയിലേക്ക് നോക്കിയിട്ട് തൊഴുകയാണ്. തിടപ്പള്ളിയിലേക്ക് നോക്കി. കാരണം എന്താ വെച്ചാൽ രാവിലെ ആ ഗണപതി ഹോമവും ഉഷപൂജയും ഒക്കെ അവിടെ നടന്ന് നേദ്യമൊക്കെ തയ്യാറാക്കുന്ന സ്ഥലമല്ലേ. അപ്പം എന്തായാലും തൊഴണം. അതിനുശേഷം അഗ്നികോണമൊക്കെ നോക്കി അതിനുശേഷം നമ്മൾ സപ്തമാതാക്കളെയൊക്കെ ഒന്ന് തൊഴുത് ഇങ്ങനെ വരികയാണ്. ആ വരുന്ന വരവിൽ ആ വിഘ്നേശ്വരൻ്റെ അടുത്ത് നോക്കുകയാണ്. വിഘ്നേശ്വരൻ്റെ അടുത്ത് നല്ല രസമായിട്ടുള്ള അലങ്കാരമാണ് കേട്ടോ. താമര ഇന്ന് ഇഷ്ടം പോലെയാണ്. അതുകൊണ്ട് ചെറിയ താമര, 1000 ഇതളുള്ള താമര എന്ന് പറഞ്ഞ മാതിരി അതിൻ്റെ ഇതളുകളാണ് തോന്നുന്നു. നിറയെ ഇതളുകൾ ഉണ്ട്. അതിൻ്റെ പിന്നെ തെച്ചിയുണ്ട്, തെച്ചിമാലയുണ്ട്.
തുളസിയും അങ്ങനെ നല്ല മാലകളായിട്ട് അലങ്കരിച്ചിട്ടുണ്ട്. നിറയെ അർച്ചന അവിടെ ആ പൂക്കൾ ഇങ്ങനെ കാണാനുണ്ട്. ഗണപതി ഇങ്ങനെ നല്ല എന്താ പറയുക, ഇത് ഗോളകയൊക്കെ ഇറക്കിയിട്ടുണ്ട്. നല്ല രസമായിട്ട് പൊട്ടൊക്കെ തൊട്ടിങ്ങനെ കിരീടമൊക്കെ വെച്ച് ഇരിക്കുകയാണ് ഗണേശൻ. ഏകദന്തം മഹാകായം തപ്തകാഞ്ചന സന്നിഭം ലംബോദരം വിശാലാക്ഷം വന്ദേഹം ഗണനായകം. അങ്ങനെ സരസ്വതി ദേവിനെ നോക്കിയാൽ ഒരു മുല്ലപ്പൂവിൻ്റെ മാല ഉണ്ട്. സരസ്വതി നമസ്തുഭ്യം വരദേ കാമരൂപിണി വിദ്യാരംഭം കരിഷ്യാമി സിദ്ധിർഭവതു മേ സദാ. അങ്ങനെ അവിടുന്ന് ഇങ്ങനെ തൊഴുതിങ്ങനെ വരുമ്പോൾ ചെറിയ ഗണപതിയെ വീണ്ടും കണ്ടു. പിന്നെ ദശാവതാര വിഗ്രഹങ്ങളായ മത്സ്യം, കൂർമ്മം, വരാഹം, നരസിംഹം വരെ കണ്ടു. അങ്ങനെ മേൽശാന്തിയുടെ അവിടെ ഇരുന്ന് നോക്കി. അവിടെ നോക്കുമ്പോൾ അവിടെ നിന്ന് അർച്ചന പ്രസാദം വാങ്ങാം. അങ്ങനെ വാങ്ങിയിട്ട് ഇങ്ങനെ വരികയാണ്. അങ്ങനെ നമ്മൾ പുറകു വശത്തായിട്ടൊന്ന് സാഷ്ടാംഗം നമസ്കരിച്ചു. വീണ്ടും എണീച്ച് അനന്തപത്മനാഭസ്വാമീനെ നോക്കി കാണുകയാണ്. അപ്പോൾ എന്താ വെച്ചാൽ എന്താ പറയുക, ബ്രഹ്മാവിന് നല്ലൊരു മാല, അതായത് തെച്ചിയും താമരയായിട്ടുള്ള മാല, വെളുത്ത പൂവും താമരയായിട്ടുള്ള മാല ഇങ്ങനെ ഉണ്ട്. അതേപോലെ ലക്ഷ്മിക്കും ഉണ്ട്. അത് 2 മാലകൾ ഇങ്ങനെ ചാർത്തിയിട്ടുണ്ട്. പിന്നെ ചെറിയൊരു മുല്ലപ്പൂ കൊണ്ടുള്ള മാലയുണ്ട്. അത്രയാണ് ഇപ്പോൾ അലങ്കാരമായിട്ടുള്ളത്. ലക്ഷ്മി വിളക്കിൽ നിറയെ നെയ്യൊഴിച്ച് ഇങ്ങനെ പ്രകാശം ഇങ്ങനെ വരുന്നു. അവിടെ തൊഴുതതിന് ശേഷം നമ്മളിങ്ങനെ ബാക്കിയുള്ള ദശാവതാര വിഗ്രഹങ്ങളൊക്കെ കണ്ടു ഇങ്ങനെ നടക്കുകയാണ്. പിന്നെ കണ്ണൻ്റെ അടുത്ത് വരുമ്പോഴോ ആ കൃഷ്ണരൂപത്തിൽ ഇങ്ങനെയുള്ള ആ വിഗ്രഹത്തിൻ്റെ അടുത്ത് വരുമ്പോൾ നിറയെ മാലകൾ ചാർത്തിയിട്ടുണ്ട്. ചെറിയ താമരയും അതുപോലെ തുളസിയും തെച്ചിയും അങ്ങനെ 2-3 മാലകൾ ഭക്തർ കൊടുന്ന് ചാർത്തിയിട്ടുണ്ട്. അപ്പം അത് കണ്ടു, തൊഴുതു. അവിടുന്ന് നേരെ മുരുകനെ കണ്ടു വണങ്ങി. അങ്ങനെ നമ്മളിങ്ങനെ വരുമ്പോൾ ആഞ്ജനേയൻ്റെ അടുത്തെത്തി. ഇന്ന് അവിടെ കുങ്കുമമില്ല, മാലയില്ല. അപ്പോൾ ആ ചെറിയ ആദ്യത്തെ പഴയ കുങ്കുമം ഒക്കെ ഒന്നെടുത്ത് തൊട്ടു. അങ്ങനെ ആ രാധാകൃഷ്ണ വിഗ്രഹമൊക്കെ കണ്ടു. ഓവിൻ്റെ അവിടെ എത്തിയിട്ട് കുറച്ച് നേരം പ്രാർത്ഥിച്ചു. അതിനുശേഷം ആ ഗ്രില്ലിനപ്പുറത്തേക്ക് കടന്ന് നമ്മുടെ താമരക്കണ്ണനെ, കൽപ്പകവൃക്ഷത്തിൻ്റെ ചുവട്ടിലിരിക്കുന്ന താമരക്കണ്ണനെ കണ്ടു തൊഴുതു. പിന്നെ മണിക്കിണർ നോക്കി തൊഴുതു. വീണ്ടും നമ്മൾ ആ നൃത്താറയിലേക്ക് നോക്കിയാൽ നൃത്തം ചെയ്യുന്ന കണ്ണനെ കണ്ട മാതിരി സങ്കല്പിക്കുക. അതിനുശേഷം കുറൂരമ്മ, അതേപോലെ നാരദർ, അങ്ങനെ വസുദേവരൊക്കെ കണ്ടിട്ട് നന്ദഗോപുരമൊക്കെ കണ്ട് ഇങ്ങനെ നമ്മൾ വടക്കേ നടയിലൂടെ പുറത്തേക്ക് ഇറങ്ങി. പ്രസാദ കൗണ്ടറിൻ്റെ അവിടുന്ന് പ്രസാദമൊക്കെ വാങ്ങി, തീർത്ഥമൊക്കെ വാങ്ങി, ചന്ദനം തീർത്ഥമൊക്കെ വാങ്ങിയിട്ട് എടത്തരികത്ത് കാവിലെ ഭഗവതിയെ കാണാൻ പോവാം. ഇനിയിപ്പോൾ ഫെബ്രുവരി 7-ാം തീയതി താലപ്പൊലിയായി ഈ ഭഗവതിക്ക്, ദേവസ്വം താലപ്പൊലിയാണ്. അപ്പം അങ്ങനെ അതിനുള്ള ഒരുക്കങ്ങളൊക്കെ ആയിത്തുടങ്ങി. ഇന്നിപ്പോൾ 23 ജനുവരി, ഇപ്പോൾ കുറച്ച് ദിവസമല്ലേ ഉള്ളൂ. അപ്പോൾ ഭഗവതി അതിൻ്റെ ആ പ്രസാദത്തിലാണ് ഇരിക്കുന്നത്. വളരെ നല്ല രസമായിട്ട് തന്നെ ഇരിക്കുന്നു. നിറയെ പൂക്കളാൽ അലങ്കരിക്കപ്പെട്ടിരിക്കുകയാണ്. ഗോളകയൊക്കെ ഇറക്കിയിട്ടുണ്ട്. കണ്ണെഴുതി പൊട്ടൊക്കെ തൊട്ട് വളരെ അതീവ സുന്ദരിയായിട്ടാണ് അമ്മ കാത്തിരിക്കണ മക്കളായ ഭക്തരെ കാത്തിരിക്കുകയാണ്. അപ്പോൾ കണ്ടു തൊഴുക. സർവമംഗളമംഗല്യേ ശിവേ സർവാർത്ഥസാധികേ ശരണ്യേ ത്രയംബകേ ഗൗരി നാരായണി നമോസ്തുതേ. അങ്ങനെ കണ്ടു തൊഴുതു. അതിനുശേഷം മമ്മിയൂരപ്പൻ്റെ അടുത്ത് ചെന്നു മമ്മിയൂരപ്പനെ പ്രാർത്ഥിച്ചു. നമഃശിവായ 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 എന്നുള്ള പഞ്ചാക്ഷരി മന്ത്രം ജപിച്ചു. അതിനുശേഷം കൊടിമരത്തിൻ്റെ അവിടേക്ക് നോക്കി. അങ്ങനെ കൊടിമരത്തിൻ്റെ അവിടേക്ക് ഇങ്ങനെ നോക്കി വരുമ്പോൾ ഇന്ന് കുറച്ച് നേരം കൊടിമരം വഴി വിട്ടണു. കുറച്ച് നേരം എന്ന് പറഞ്ഞാൽ ഇടയ്ക്കൊരു നേദ്യം കഴിയുന്ന സമയത്ത് അത്രയേ ഉള്ളൂ, വലിയ തിരക്കൊന്നുമില്ല. അപ്പം അങ്ങനെ കണ്ടു തൊഴുതിങ്ങനെ അവിടുന്ന് കൊടിമരത്തിൻ്റെ അവിടുന്ന് ഒന്ന് നമസ്കരിച്ചു, സാഷ്ടാംഗം നമസ്കരിച്ചു. വീണ്ടും നമ്മൾ കൂത്തമ്പലത്തിൻ്റെ അടുത്തേക്ക് വന്നു. കൂത്തമ്പലത്തിലേക്ക് നോക്കി തൊഴുതു. വീണ്ടും അയ്യപ്പസ്വാമിയുടെ അടുത്ത് വന്നു. അയ്യപ്പസ്വാമിയെ കണ്ട് തൊഴുതു. അവിടെ ഇപ്രാവശ്യം നിറയെ താമരപ്പൂക്കളാണ് എല്ലായിടത്തും. അപ്പോൾ അയ്യപ്പസ്വാമിയെ കണ്ട് തൊഴുതു. ഭൂതനാഥ സദാനന്ദ സർവഭൂതദയാപര
രക്ഷ രക്ഷ മഹാബാഹു ശാസ്തേ സ്തുഭ്യം നമോ നമ. അങ്ങനെ പ്രദക്ഷിണമായിട്ട് അയ്യപ്പസ്വാമീനെ തൊഴുതിങ്ങനെ നമ്മൾ പടിഞ്ഞാറ നട ലക്ഷ്യമാക്കി നടന്നു. പടിഞ്ഞാറ നടയിലെത്തുമ്പോൾ ആ ദീപസ്തംഭം കാണാം. ദീപസ്തംഭത്തിൻ്റെ മുകളിലേക്ക് നോക്കിയാൽ ആ മുരളീധര സ്വരൂപം കാണാം. അതുപോലെ അവിടുന്ന് കുറച്ചും കൂടി ഇങ്ങോട്ട് മാറി നിന്ന് ആ കൊടിമരത്തിലേക്ക് നോക്കിയാലും ആ വേണുഗോപാല സ്വരൂപം ഇങ്ങനെ കാണാം. അപ്പോൾ കണ്ടു തൊഴുതു. അപ്പോൾ ഇന്നും നമ്മളെല്ലാവരും ഗുരുവായൂരപ്പൻ്റെ ആ ഉച്ചപൂജ കളഭാലങ്കാരം കണ്ടു, നേരിട്ട് കണ്ടു, തൊഴുതു. അപ്പോൾ എല്ലാവർക്കും ഞാൻ തൊഴുത ആ ഒരു പോലെ അതുപോലെ നിങ്ങളെ മനസ്സിൽ സങ്കല്പിക്കുക. അപ്പോൾ നിങ്ങളെല്ലാവരും ഗുരുവായൂരപ്പൻ്റെ സോപാനപ്പടിയിലാണ്. നമ്മൾ എത്തുന്ന ഭാഗങ്ങളിലൊക്കെ അതേപോലെ നമ്മൾ ചിന്തിച്ചാൽ അവിടെ എത്തി. അങ്ങനെ തൊഴുതു. കൃഷ്ണായ വാസുദേവായ ഹരയേ പരമാത്മനെ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമഃ. ഹരേ കൃഷ്ണ. എല്ലാവർക്കും ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹം ലഭിക്കും. കൃഷ്ണ ഗുരുവായൂരപ്പ ശരണം.